ഇന്നത്തെ റെസിപ്പി പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരത്തിൻ്റെയാണ്. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങ നെയ്യിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് കളറ് മാറി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ തേങ്ങ വറുക്കുന്ന സമയത്ത് തന്നെ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ തേങ്ങ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ കയ്യിൽ നട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നട്ട്സും കൂടെ ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഇടയ്ക്ക് കടിക്കുമ്പോൾ ഒന്നും കൂടെ ഒരു ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഏകദേശം ആയി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ചെറുതായിട്ട് കളറൊക്കെ മാറി ഏകദേശം ഒന്നായിട്ട് വന്നാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് സോഫ്റ്റായിട്ട് നിൽക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയൊരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നേന്ത്രപ്പഴമാണ്. ഞാനിപ്പോൾ ഒരു 6 ചെറിയ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്ന പഴം ഒരുപാട് പഴുപ്പ് കൂടി പോവുകയും ചെയ്യരുത്, എന്നാൽ തീരെ പഴുക്കാത്തതും ആവരുത്, എന്നാലേ ആ ഒരു കറക്റ്റ് ഉടച്ചെടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു തേങ്ങയുടെ മിക്സിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പഴം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്, എന്നാൽ ആ ഒരു തേങ്ങയൊക്കെ പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കായിട്ടൊന്ന് ഉണ്ടാവണം. പിന്നെ ഇതിലേക്ക് ഇടയ്ക്ക് നട്ട്സും കൂടെ കടിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയും പഴവും എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. പിന്നെ പഴമൊക്കെ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ടാവണം, കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ടാവണം. ചൂടോട് കൂടി ഉടച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് റെഡിയായിട്ട് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ ഇതുപോലെ ഓരോ ബോൾസാക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഒന്ന് ഉടച്ചെടുത്താലും മതിയാവും. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു ബൗളിലൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കാം. പിന്നെ വേറൊരു പാത്രത്തിൽ ഞാനിപ്പോൾ കുറച്ച് കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. അത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. കോൺഫ്ലേക്സിന് പകരമായിട്ട് ബ്രെഡ് പൊടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. കോൺഫ്ലേക്സ് ആകുമ്പോൾ ഒന്നും കൂടി നല്ല മൊരിഞ്ഞിട്ട് ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. അപ്പോൾ 2 പാത്രത്തിലും മാറ്റി വെച്ചതിന് ശേഷം ഇനി മുട്ടയുടെ ബാറ്ററിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ പഴത്തിൻ്റെ ഈ ഒരു മിക്സും ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് കോൺഫ്ലേക്സിൻ്റെ ഈ ഒരു പൗഡറിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. കോൺഫ്ലെക്സ് ഒരുപാട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട, കൈ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ തരിതരിയായിട്ട് ഇതുപോലെ പൊടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാതും ഇതേ രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ മുട്ടയുടെ ബാറ്ററിന് പകരമായിട്ട് കുറച്ച് മൈദയും കുറച്ച് വെള്ളവും ഒരു ലൂസായിട്ടുള്ള ബാറ്റർ ആക്കിയിട്ട് അങ്ങനെ എടുത്താലും മതി കേട്ടോ, മുട്ട തന്നെ വേണമെന്നില്ല. ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണയിൽ മുങ്ങിക്കിടന്ന് പൊരിയണമെന്നില്ല, ഇതുപോലെ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെക്കുകയും വേണ്ട, പെട്ടെന്ന് പുറംഭാഗം പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോവുകയും ചെയ്യും. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തീയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. പുറത്ത് ആ ഒരു കോൺഫ്ലെക്സിൻ്റെ ആ ഒരു മൊരിച്ചിലും കൂടി ഉണ്ടാകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കോൺഫ്ലെക്സിന് പകരം ബ്രെഡ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.